എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പെന്തക്കോസ്തുകാർ അവസരവാദികളോ? ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങിയതാണ്. ഇതിൻ്റെ കാരണം മലപ്പുറം DCC പ്രസിഡൻ്റായിരിക്കുന്ന VS ജോയി എന്ന ഒരു പെന്തക്കോസ്തുകാരൻ തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം പല പെന്തക്കോസ്തുകാരും വലിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ VS ജോയി ജയിച്ചത് പെന്തക്കോസ്തുകാരുടെ സപ്പോർട്ട് കൊണ്ടല്ല. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരൻ എന്ന ലേബലിൽ നിന്നല്ല മത്സരിച്ചത്. അവിടെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ വോട്ട് മേടിച്ചാണ് ഇദ്ദേഹം അവിടെ ജയിച്ചത്. കോൺഗ്രസ് പാർട്ടി നേതാവാണ്, DCC പ്രസിഡൻ്റാണ്, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഏതാണ്ട് 41 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ ഏതാണ്ട് 14,000-ലധികം വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചത്. എന്നാൽ അവസരത്തിനൊത്ത് കാലുമാറുന്ന സ്വഭാവം പല പെന്തക്കോസ്തുകാർക്കും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ VS ജോയി ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടും പ്രവർത്തിച്ചതുകൊണ്ടുമാണ് VS ജോയി ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചില അവസരവാദികളായ പെന്തക്കോസ്തുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ചില സഭകളും സഭയുടെ കീഴിലുള്ള ചില പോഷക സംഘടനകളും ഇദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഫ്ലെക്സ് ഉണ്ടാക്കി ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുകയാണ്. വാസ്തവത്തിൽ ഇദ്ദേഹം ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ നേരെ പ്ലേറ്റ് തിരിച്ച് വേറെ വർത്താനം പറയുമായിരുന്നു. ചില പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവർ നിരന്തരം ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലുള്ള ഈ കൺവെൻഷൻ പ്രസംഗങ്ങളുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ പല സഭകളിലൊക്കെ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രസംഗത്തിൽ നമുക്ക് പാർട്ടി വേണ്ട, MLA വേണ്ട, MP വേണ്ട, മന്ത്രി വേണ്ട, ഒന്നും വേണ്ട, ലോകം വേണ്ട, വീട് വേണ്ട, കൂട് വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട, എന്തൊക്കെ പ്രസംഗങ്ങളാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ MP വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഈ VS ജോയി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണ് VS ജോയി ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ സ്വന്തം ആളാണ്, ആദ്യമായി പെന്തക്കോസ്തിനൊരു MLA കിട്ടിയിരിക്കുന്നു, ഭയങ്കര ആഘോഷമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം പെന്തക്കോസ്തുകാർ ഇദ്ദേഹത്തെ അവരുടെ സഭയിലേക്ക് വിളിക്കും, മാലയിടും, സ്വീകരണം കൊടുക്കും, പിന്നെ വലിയ വലിയ വാചകങ്ങൾ അടിക്കും. തോറ്റുപോയായിരുന്നെങ്കിലോ? അപ്പോൾ ചില ആളുകൾ, ഈ പെന്തക്കോസ്തിൽ ചില ആളുകൾ വെറും അവസരവാദികളും കാലുവാരികളുമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെന്തക്കോസ് എന്ന് പറയുന്ന പാലക്ക പിരിഞ്ഞ പോലെ 156 ഗ്രൂപ്പാണ്, സംഘടിത ശക്തിയല്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി അറിയാം, കോൺഗ്രസിനും അറിയാം, കമ്മ്യൂണിസ്റ്റിനും ഒക്കെ അറിയാം. ചില സംഘടനകൾ, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ പോലുള്ള സംഘടനകൾ LDFന് പിന്തുണ പ്രഖ്യാപിച്ചു, ചില സംഘടനകൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു, ചിലർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പം ഇങ്ങനെ പലർക്കും പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ വരുന്ന കമൻ്റാണ്, നമുക്ക് രാഷ്ട്രീയം ഉണ്ടോ, MLA ആകാൻ കൊള്ളാമോ, MP ആകാൻ കൊള്ളാമോ, വോട്ട് ചെയ്യാൻ പോകാമോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും യാതൊരു വിധമായ ഒരു ഐക്യം, ഒരു സ്റ്റാൻഡില്ലാത്ത അവസരവാദ ചിന്താഗതിയാണ് പല പെന്തക്കോസ്ത് നേതാക്കന്മാരും സമൂഹവും മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ MLA ആയി, ഞങ്ങളുടെ സ്വന്തം MLA ആണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പോസ്റ്റ് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള ഈ നിലപാടൊക്കെ സ്വീകരിക്കുന്നത്? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? ഒന്നെങ്കിൽ രാഷ്ട്രീയം വേണം, ഇല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട. ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിൽക്കണം, അല്ലെങ്കിൽ BJP നിൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു BJP അനുഭാവിയാണ്. അങ്ങനെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നതും. കാരണം
ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരാൻ പുലർത്താൻ പറ്റുന്നത് ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കോൺഗ്രസിൻ്റെ ഭരണം ഇന്ത്യയിൽ ജിഹാദികളുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ ജിഹാദികൾ 1 കോടിയിലധികം ജിഹാദികൾ ഇപ്പോൾ പലായനം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. അപ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ കയ്യിൽ രാജ്യം സുരക്ഷിതമല്ല. രാജ്യത്തെ സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ ബി ജെ പി ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലഡു പൊട്ടുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനികൾക്കാണ് സന്തോഷം, ബംഗ്ലാദേശികൾക്കും. കാരണം കോൺഗ്രസ് അധികാരത്തിലിരുന്നാൽ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റിയ ഒരു മേഖലയായി, ഒരു സ്ഥലമായി ഇന്ത്യ മാറുകയാണ്. അപ്പോൾ ഞാനീ പറയുന്നതിനെ എതിർക്കുന്ന ചില പെന്തക്കോസുകാരുണ്ട്, കമൻ്റ് എഴുതുന്ന കുറേ ആളുകളുണ്ട്, നിരന്തരമായി എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് എഴുതുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുവമാർക്കൊന്നും 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു വിവരമില്ലാത്തവരാണ്. പെന്തക്കോസ്ത് എന്ന ഒരു തീവ്രവാദ ചിന്താഗതിയും ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ഒരു വർഗീയ പാർട്ടിയാണ് എന്നൊരു തോന്നലുമാണ് ഇവരെ ഈ കമൻ്റ് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടും RS എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉള്ളതുകൊണ്ടുമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം സുരക്ഷിതമായിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് ജിഹാദികൾ ഇതിനെ കൈവശമാക്കുമായിരുന്നു. കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ ജിഹാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഇവിടെ. അത് ഏത് പ്രദേശം എടുത്ത് നോക്കിയാലും, ആസാമായാലും വെസ്റ്റ് ബംഗാളായാലും മറ്റ് ഈ പ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന പെന്തക്കോസ്തുകാര ക്രിസ്ത്യാനി ഒരു കാരണവശാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിക്കില്ല. കേരളത്തിൽ അവർ അധികാരത്തിൽ വന്നു, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇവർ അധികാരത്തിൽ വരില്ല. കാരണം ഇവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ രാജ്യസ്നേഹമുള്ളവരാണ്, രാജ്യത്തോട് കൂറുള്ളവരാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയെ സുരക്ഷിതമായി നിലനിർത്താൻ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ സുരക്ഷിതമായി നിർത്താൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുള്ളൂ. കോൺഗ്രസിന് അതിനെക്കൊണ്ട് സാധിക്കില്ല. CPM തീർന്നു, മമതാ ബാനർജി തീർന്നു, ഇനിയിപ്പം അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുണ്ട്. അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ വീഡിയോയുടെ താഴെ കമൻ്റ് എഴുതുന്നവന്മാരെ സംബന്ധിച്ച്, ഈ നെഗറ്റീവ് കമൻ്റ് എഴുതുന്നവന്മാരെ സംബന്ധിച്ച് ഇവർ വേണ്ട രീതിയിലുള്ള ഈ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ഈ പെന്തക്കോസ്ത് തീവ്രവാദം, അതോടൊപ്പം തന്നെ പല ആളുകൾ ഈ ജിഹാദികൾ പേര് മാറ്റി ക്രിസ്ത്യൻ പേരുകളിൽ വന്ന് ഈ വ്യാജ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഈ വ്യാജന്മാരാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് ഈ നെഗറ്റീവ് കമൻറ്റുകൾ എഴുതുന്നത്. എന്നെ സംബന്ധിച്ച് അത് വിഷയമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ ദൗത്യം എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ളതാണ്. സൗകര്യമുണ്ടെങ്കിൽ കേൾക്കുക, മനസ്സിലാക്കുക. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഇന്നലെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അതോടൊപ്പം പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കയറി ഇവർ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജിനെ ആക്രമിക്കാനും അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഇനി കേരളം നേരിടാൻ പോകുന്ന മാറാട് കലാപത്തെക്കാൾ വലിയൊരു കലാപമായിരിക്കും ഇനി കേരളം നേരിടാൻ പോകുന്നത്. മാറാട് കലാപം നമുക്കറിയാം. വെറും നിർധനരും ആയിട്ടുള്ള ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഇസ്ലാമിക് മത തീവ്രവാദികൾ അവരുടെ മസ്ജിദിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ, വടിവാള്, വെട്ടുകത്തി, കുന്തം, ഇതുപോലെയുള്ള അതിഭീകരമായ മാരകായുധങ്ങളുമായി ഇവർ ഈ ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവരെ വെട്ടി നുറുക്കിയ ഒരു സംഭവമാണ് മാറാട് കലാപം എന്ന് പറഞ്ഞത്. ഇനി മാറാട് കലാപം
ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ കോൺഗ്രസിനെ പോലെയുള്ള വർഗീയ ശക്തികളെ അകറ്റി നിർത്തണം. അതുകൊണ്ട് ഇവിടെ പെന്തക്കോസുകാർ പറഞ്ഞു ഞങ്ങളുടെ ഒരാൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ അവർക്ക് രാഷ്ട്രീയം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഒരാൾ ജയിച്ചപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഒരാളുണ്ടായിരിക്കുന്നു, ഞങ്ങൾക്കൊരു നേതാവ് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത് അവസരവാദമാണ്. വെറും അവസരവാദികളായി പെന്തക്കോസുകാർ തീരരുത്. കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എന്തുകൊണ്ട് സാജു തോമസ് എന്ന ഞാൻ ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക് മത തീവ്രവാദത്തെ ഈ രാജ്യത്ത് അനുവദിക്കരുത്. അവർ ഈ മത തീവ്രവാദം ഇവരിവിടെ നടത്തരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ മത തീവ്രവാദത്തെ ചെറുക്കാൻ നരേന്ദ്രമോദിക്കും BJP ഗവൺമെൻറ്റിനും RSSനും മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക. ഇതുപോലെയുള്ള ഈ ജിഹാദി പിന്തുണക്കാർക്ക് കേരളം പോലുള്ള സംസ്ഥാനം അവസരം കൊടുത്താൽ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഗതി എന്തായിരിക്കുമെന്നും, പെന്തക്കോസുകാർ ഈ അവസരവാദം ഉപേക്ഷിച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.